ഹായ്. സിനിമയിലെ ഓൾറൗണ്ടർ. ആദ്യം നായകനായും പിന്നീട് കോമഡി താരമായും പിന്നീട് ഇപ്പോൾ ക്യാരക്ടർ റോളുകളിലൂടെ നമ്മെ ദിനം പ്രതി വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭ. ആള് എൻ്റെ നാട്ടുകാരനാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ചെങ്കലിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അച്ഛൻ ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു, അമ്മ ഹൗസ് വൈഫും. 6 മക്കളിൽ 5ാമത്തവനായിട്ടാണ് ജനനം. അപ്പോൾ പഠിത്തത്തിലൊക്കെ വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ ബിരുദാനന്തര ബിരുദമൊക്കെ നേടി മലപ്പുറത്ത് ഒരു ബാങ്കിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു. അപ്പോഴത്തേക്കാണ് തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് ലെക്ചറായിട്ട് പോകാനായിട്ട് അവസരം കിട്ടുന്നത്. അപ്പോൾ ലെക്ചർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണും, അതെ, നമ്മുടെ സ്വന്തം ജഗദീഷ്. അപ്പോൾ ജഗദീഷിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സിനിമാ മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമാ മോഹം വിട്ടുകളയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പോൾ ഒരു നീണ്ട ലീവ് എടുത്ത് അദ്ദേഹം സിനിമയിലേക്കൊരു ഭാഗ്യ പരീക്ഷണം നടത്താനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ സിനിമയിലേക്ക് വരുന്നു. തുടക്കകാലത്തൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ ഡബ്ബിങ് ചെയ്യാനായിട്ടാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അങ്ങനെ ഡബ്ബിങ് ഒക്കെ ചെയ്യുന്ന സമയത്തും ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു ചെറിയ സിനിമകളിൽ. അങ്ങനെ വേഷങ്ങൾ ചെയ്തു വന്നു. പിന്നെ അതിനുശേഷം കഥ എഴുതുന്നു, തിരക്കഥ എഴുതുന്നു, സംഭാഷണങ്ങൾ എഴുതുന്നു, പിന്നെ നായകനാകുന്നു, പിന്നെ ക്യാരക്ടർ റോളുകൾ കിട്ടുന്നു. അങ്ങനെ വെച്ചടി കയറ്റമാണ്. ഇങ്ങനെ തുടക്കത്തിലൊക്കെ ചെറിയ ക്യാരക്ടർ ചെയ്യുന്ന സമയത്തും അദ്ദേഹം കഥകളൊക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ വന്ന കഥകളാണ് നന്ദി വീണ്ടും വരിക, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, അധിപൻ തുടങ്ങി ഒത്തിരി ചിത്രങ്ങളിൽ, ഒത്തിരി എന്നല്ല എന്നാലും കുറച്ചധികം ചിത്രങ്ങളിൽ അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പടങ്ങളൊക്കെ ഹിറ്റ് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും റീൽസിലും ഷോർട്സിലൊക്കെ ഒരുപാട് ഈ പടം വരുന്നുണ്ട്, നന്ദി വീണ്ടും വരിക എന്ന് പറയുന്ന പടം. അത് ജഗദീഷിൻ്റെ കഥ തന്നെയാണ്. ശ്രീനിവാസൻ അത് തിരക്കഥയാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ജഗദീഷാണ് എൻ്റെ കഥ. അതിനുശേഷം അദ്ദേഹം ഒരു 90 കാലഘട്ടമൊക്കെ ആകുമ്പോൾ അദ്ദേഹം നായകൻ്റെ റോളുകൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നായകൻ കഥാപാത്രം ചെയ്യുമ്പോൾ സ്ത്രീധനം, ഭാര്യ, മിസ്റ്റർ ആൻഡ് മിസ്സസ്, ഇപ്പോൾ ഈ നായക വേഷം ചെയ്ത സിനിമകളെല്ലാം ഹിറ്റ് തന്നെ ആയിരുന്നു. ഈ ഹിറ്റിൽ നിൽക്കുമ്പോഴും അദ്ദേഹം കിട്ടുന്ന കഥാപാത്രങ്ങൾ, അത് നായകൻ മാത്രമല്ല മറ്റു ക്യാരക്ടേഴ്സും അയാൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മാത്രം അദ്ദേഹം ഒതുങ്ങിക്കൂടിയില്ല. ചെയ്യുന്ന വേഷങ്ങളെല്ലാം ഒന്നിനൊന്നിന് മികച്ചതായിട്ട് അദ്ദേഹം മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു നായക കഥാപാത്രം ചെയ്ത ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു നടനെ നമുക്ക് ലഭിക്കില്ലായിരുന്നു. കാരണം ജഗദീഷ് എന്ന് പറയുന്ന ആള് ദിനം പ്രതി നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെ കഥാപാത്രങ്ങളായിക്കോട്ടെ, അത് അച്ഛൻ ക്യാരക്ടർ ആയിക്കോട്ടെ, കോമഡി വേഷങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരു പക്വതയുള്ളൊരു ആളുടെ വേഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളരെ സെന്റിമെന്റ്സ് ആയിട്ടുള്ള വേഷങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ചെയ്യുമ്പോഴും അതൊരു നല്ലൊരു ഫീലാണ് നമുക്കത് ലഭിക്കുന്നത് തന്നെ. ഇപ്പോഴത്തേക്ക് ഓരോ വേഷങ്ങൾ കാണുമ്പോൾ നമ്മൾ അന്തിച്ചു പോവുകയാണ്. എടുത്തു പറയേണ്ടത് മാർക്കോ സിനിമയിൽ ഒരു വില്ലൻ ക്യാരക്ടർ, ജഗദീഷിൽ നിന്ന് ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു വില്ലൻ കഥാപാത്രം സൂപ്പറായിട്ടാണ് ജഗദീഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരോട് ഒരു മത്സരിച്ച് അഭിനയിക്കാൻ ഒരു കെൽപ്പുള്ള ഒരു നടനാണ് അദ്ദേഹം. അപ്പോൾ ഞാനിപ്പോൾ കണ്ട സിനിമകളിലാണെങ്കിൽ കാട്ടാളൻ, പിന്നെ മധുവിധു, പിന്നെ ഒരു മോളിവുഡ് ടൈംസ്, ഇതിലൊക്കെയും നല്ല നല്ല വേഷങ്ങൾ ജഗദീഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം തുടക്ക സമയത്ത് ഞാൻ ഇങ്ങനത്തെ വേഷങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ നായകനായി മാത്രമേ തുടരുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിഭയെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. ഇന്നത്തെ കാലത്തുള്ള പിള്ളേർക്ക് അതാണ്. കാരണം എനിക്ക് ചെറിയ വേഷങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടാതെ എല്ലാ വേഷങ്ങളും കിട്ടുന്ന എന്താണോ അതൊക്കെയും നിങ്ങൾ അഭിനയിച്ച് വരുമ്പോഴാണല്ലോ ഓരോരുത്തരും ആ അഭിനയത്തിലൂടെ മികവ് പുലർത്തുന്നത്. അപ്പോൾ എനിക്കിതേ കിട്ടുന്നുള്ളൂ, ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടാതെ എല്ലാം നല്ല രീതിയിൽ ചെയ്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതിഭ നമുക്ക് കിട്ടിയത്.
ഈ കോമഡി വേഷങ്ങളൊക്കെ ജഗദീഷിന്റെ കയ്യിൽ വളരെ നിസ്സാരം പോലെയാണ് അഭിനയിക്കുന്നത് കോമഡി വേഷങ്ങൾ. അപ്പോൾ ജഗദീഷ് എന്ന് പറയുന്ന വ്യക്തി, ഈ ജഗദീഷിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുന്നത് ഇൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെയാണ്. അപ്പോൾ അപ്പുക്കുട്ടനെയും അപ്പുക്കുട്ടൻ്റെ ആ കാക്കത്തൂറി എന്നുള്ള ഡയലോഗുമാണ് മലയാള മനസ്സിൽ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ ജഗദീഷ് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത്. അപ്പോൾ ഹിറ്റ്ലർ സിനിമയിലെ ആ പൗഡറൊക്കെ വാരിയിട്ട് സൈക്കിളിൽ പോകുന്ന ആ രംഗമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും ജഗദീഷിൻ്റെ പേര് കേൾക്കുമ്പോൾ. അപ്പോൾ എന്ത് ചിത്രങ്ങളും അതാ ഗോഡ് ഫാദറിലെ ആ ക്യാരക്ടറൊക്കെ നമുക്ക് മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ കോമഡി വേഷങ്ങളും അതുപോലെ തന്നെയാണ് ക്യാരക്ടർ വേഷങ്ങളും നല്ല രീതിയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയോടൊപ്പം വീണ്ടും ആ പഴയ താരത്തെ അല്ലെങ്കിൽ പഴയ ഒരു നടനെ നമുക്ക് വീണ്ടും 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 വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ അഭിമാന നടനായ മലയാളികളുടെ സ്വന്തം അപ്പുക്കുട്ടനെ 1000 പിറന്നാൾ ആശംസകൾ.